അനക്കിപ്പോ എന്നെ മനസ്സിലായോ? നമ്മള് തമ്മിൽ കണ്ടിട്ട് കൊറേ കാലായി. ഇല്ല, എനിക്കങ്ങട്ട് മനസ്സിലായിട്ടില്ല. പണ്ട് ജി പണി അന്വേഷിച്ച് വന്ന സമയത്ത് ജബലലിൽ ജിന്റെ റൂമില് താമസിച്ചിരുന്നത്. അന്ന് എനിക്ക് ലൈസൻസ് എടുക്കാൻ സഹായിച്ചതും ഒരു പണിയാക്കി തന്നൊക്കെ ഞാനായിരുന്നു. ഓ, കുറെ കാലായില്ലേ. ഇപ്പൊ എന്തേ വന്നത്? ഞാൻ ചെറിയൊരു തിരക്കിലായിരുന്നു. ഒന്ന് രണ്ട് കാര്യം പറയാണ്ടായിരുന്നു. ഒന്ന്, എൻ്റെ മോളെ കല്യാണാണ് അടുത്ത മാസം 2-ാം തീയതി. അപ്പൊ 2-ാം തീയതി ഞാനേ ഞങ്ങളെ 4-ാമത്തെ ഷോപ്പിന്റെ ഉദ്ഘാടനമാണ് അടുത്ത മാസം. അതിന്റെ കുറച്ച് തിരക്കിലാണ്. നിങ്ങൾ നമ്പർ തന്നിട്ട് പോയിക്കോളി, ഞങ്ങൾക്ക് ഫ്രീ ആകുമ്പോൾ തിരിച്ചു വിളിക്കാം. അപ്പൊ ഇത് വെച്ചു. ഞാൻ ഈ പറഞ്ഞതൊന്ന് മുഴുവനാക്കട്ടെ. ഇവിടെ ദുബായിൽ വെച്ചിട്ടാണ് കല്യാണം. 3 ദിവസത്തെ പരിപാടിയാണ്. 2-ാം തീയതി നാട്ടിൽ നിന്ന് കുറച്ച് മന്ത്രിമാരും VIP-കളും നേതാക്കന്മാരൊക്കെ വരുന്നുണ്ട്. അന്നാണ് ഇജും വരുന്നത്. പിന്നെ 2-ാമത്തെ കാര്യം, അടുത്ത മാസം 10-ാം തീയതി ഷാർജയിൽ എൻ്റെ 30-ാമത്തെ ഷോപ്പിന്റെ ഇനാഗുറേഷനാണ്. അതിനും കൂടി ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. പണമാണ് വലുതെന്ന് ആരും കരുതേണ്ട, പരസ്പരം നമ്മൾ പിണങ്ങി നിൽക്കേണ്ട. അഹങ്കാരിയായി നമ്മൾ മാറാതെ നോക്ക്, അനുഭവം ജീവിതമാണെന്ന്